നീ ഇതെവിടെ പോയതാ ഈ രാത്രിയില്? ഞാൻ ചോദിച്ച കേട്ടില്ലടി. ഈ രാത്രിയിൽ നീ ഒറ്റയ്ക്ക് എവിടെ ഇറങ്ങി പോയതെന്ന്. ഇന്ന് പകല് നീ ഒറ്റയ്ക്ക് എവിടെയോ ഇറങ്ങിപ്പോയി. ഇപ്പതാ രാത്രിയിൽ ഇറങ്ങി പോകാൻ നോക്കുന്നു. അയ്യോ, അങ്ങനൊന്നും അല്ല. നീ വാതിലടിച്ച് കുറ്റിയിടുന്നത് ഞാൻ കണ്ടതല്ലേ. ആർക്ക് വേണ്ടിയിട്ടാ നീ വാതിൽ തുറന്നതെന്നങ്ങ് പറഞ്ഞാ മതി. കെട്ടും പാണ്ടൊക്കെ എടുത്തിട്ടുണ്ടോ പോകാനായിട്ട്? ആരെങ്കിലും ഒളിച്ചിരിപ്പുണ്ടോന്ന് അറിയണല്ലോ. അയ്യോ അമ്മ, അങ്ങനെയൊന്നും പറയരുത്. എങ്കിൽ പിന്നെ നീ മുതുപാതിരായിക്ക് ഇറങ്ങി വന്നത് എന്തിനാണെന്ന് പറയടി. ഞാൻ എന്റെ അമ്മക്കുട്ടിയെ സ്വപ്നം കണ്ടു. എന്നെ വന്ന് വിളിക്കുന്ന പോലെ തോന്നി. അങ്ങനെ ഞാൻ അറിയാതെ ഇറങ്ങി വന്നതാ. ഓ, ഒരു നശിച്ച അമ്മക്കുട്ടിയെ ഒരു തലതെറിച്ച മോളും. മനുഷ്യന് നട്ടപ്പാതിരയ്ക്കും സ്വസ്ഥതയില്ലാത്ത അവസ്ഥയായല്ലോ ഈ വീട്ടില്. അതൊന്നുമല്ല, നീ എന്തോ കള്ളത്തരം ഒളിപ്പിക്കുന്നുണ്ട്. എന്തായാലും നിന്നേക്കാൾ കൂടുതൽ ഓണം ഉണ്ടവളല്ലേ ഞാൻ. എനിക്കറിയാൻ പറ്റുമോ അത്? മര്യാദയ്ക്ക് സത്യം പറഞ്ഞോണം. അയ്യോ അമ്മ, ഒച്ച എടുക്കല്ലേ, വിപിൻ ചേട്ടൻ ഉണരും. അമ്പടി കള്ളി, അപ്പൊ നിനക്ക് വിപിൻ ഉണരെടുത്തുന്നുണ്ടല്ലേ? അവനെ അറിയിക്കാൻ പറ്റാത്ത കാര്യമല്ലേ? എന്നാ പിന്നെ അവനൊന്ന് അറിയിച്ചിട്ട് തന്നെ കാര്യം. അമ്മ, ഞാനൊന്ന് പറയട്ടെ. അമ്മ വീടമ്മ, ഇതൊരു പ്രശ്നമാക്കല്ലേ. ഞാൻ എന്റെ അമ്മയെ സ്വപ്നം കണ്ട് അറിയാതെ ഇറങ്ങി പോയതാ. ആണടി, ഞാനതങ്ങ് വിശ്വസിച്ചു. പകല് നീ ആരോടും ഒന്നും പറയാതെ തന്നെ പുറത്തു പോയി തിരിച്ചു വന്നു. അത് ഒരു കൂസലും ഇല്ലാതെ. അന്നേരം നീ പറഞ്ഞ മറുപടിയെ ഞാനങ്ങ് വിഴുങ്ങി. വാടി ഇങ്ങോട്ട്. അച്ഛൻ പോലീസിന്റെ സഹായം വേണ്ടി വരും. നടരാജ സാറിന്റെ. അത് നീ പേടിക്കണ്ട, ഞാൻ അച്ഛനോട് പറഞ്ഞോളാം. പക്ഷേ കല്യാണത്തലേന്ന് കാണാതായ നീ എവിടെ പോയെന്നുള്ള ചോദ്യം വന്ന ഞാൻ പൂച്ചക്ക് പുല്ലു പറിക്കാൻ ഫിലോഡാൽഫിയയിൽ പോയെന്ന് പറയും. എന്റെ ജീവിതം എന്റെ സ്വാതന്ത്ര്യമാണ്. എന്റെ സ്വാതന്ത്ര്യം എന്റെ തീരുമാനങ്ങളും. കേരള പോലീസിന്റെ ബീറ്റ് ബുക്കിൽ ഒപ്പിട്ടിട്ടല്ല ഞാൻ ജീവിക്കുന്നത്. ആത്മവിശ്വാസം നല്ലതാ, പക്ഷേ ശത്രുനിര പ്രബലമാ. നന്ദൻ, വിപിൻ, ശക്തി പാർവതി. പിന്നെ നീ തിരിച്ചു ചെല്ലുന്നതോടെ നിന്റെ ചേട്ടൻ പ്രതാപനും ശത്രുവാവും. അവന് ഞാൻ പരലോകത്തേക്കൊരു ഗോൾഡൻ വിസ അടിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഇതെന്റെ ഒടുക്കത്തെ കളിയാ. പവർ പ്ലേ. ഇവിടെ കോപ്പി ബുക്ക് ഷോട്ടുകൾക്ക് പ്രസക്തിയില്ല. കണ്ടം ക്രിക്കറ്റിലെ കാടനടി തന്നെ ശരണം. എന്നാ പിന്നെ ഞാൻ നീങ്ങുക. അല്ല, ഞാൻ ചോദിച്ച മരുന്നുകള് എടുത്തു വെച്ചിട്ടുണ്ട്. അല്ല, നിനക്ക് വല്ല മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചൂടെ ഇതൊക്കെ? ഒരു തവണ ഞാൻ തന്നതല്ലേ. ഇവിടുത്തെ ഗൈനക്കോളജിസ്റ്റ് ആനി മരിയ എന്നോട് ചോദിച്ചു, ഡോക്ടർ എന്താ ഫാർമസിയിലെന്നും. സ്ഥിരമായ അതും സംശയിക്കപ്പെടുവേ. ഡോക്ടർ പോലീസുകാരന്റെ മകളായിട്ടും പോലീസ് ബുദ്ധിയെക്കുറിച്ച് വലിയ പിടിയില്ല അല്ലേ? എന്നെ പോലീസ് ഷാഡോ ചെയ്യുന്നുണ്ടെങ്കിൽ, അത് സംഗീതയുടെ മിസ്സിംഗ് കേസിന്റെ പേരിലാണെങ്കിൽ, ഹോട്ടലിൽ നിന്ന് ഞാൻ വാങ്ങുന്ന പാർസലുകളുടെ എണ്ണവും ബൾക്കായി വാങ്ങുന്ന മരുന്നുകളും ഒക്കെ അവരുടെ കണ്ണിലെ തുമ്പുകളും തെളിവുകളുമാ. അതൊക്കെ പക്ഷേ നിനക്ക് പല മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങാലോ. ബ്രഹ്മാവ് കയ്യിലുള്ളപ്പോ ആയുസിന് അപ്പാപ്പന്റെ വീട്ടിൽ പോയി തെണ്ടടോ ഡോക്ടറെ. പാച്ചു ഊതിയാലും പരമൂതിയാലും പീപ്പി കേക്കണം. നമുക്കത്രേ ഉള്ളൂ. എന്നാ ശരി, ദാ
സിറിഞ്ചുകൾ ഇതിലുണ്ട്. കാര്യങ്ങൾ വേഗത്തിലാക്ക. അനു നിന്റെ കൂടെ ഇറങ്ങി വരുന്ന നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുക ഞാൻ. ജീവനും സ്വത്തിനും പ്രൊട്ടക്ഷൻ തരാൻ ഒരുപക്ഷെ മാഡത്തിന് കഴിഞ്ഞേക്കും. പക്ഷേ എന്റെ മനസ്സിന് പ്രൊട്ടക്ഷൻ തരാൻ കഴിയൂ? എന്റെ മനസ്സമാധാനത്തിന് പ്രൊട്ടക്ഷൻ തരാൻ കഴിയൂ? എന്റെ സന്തോഷത്തിന് പ്രൊട്ടക്ഷൻ തരാൻ പറ്റൂ? പറ്റില്ല. ഭയത്തിന്റെ കാണാ ചരടുകൾ കൊണ്ട് വരിഞ്ഞു മുറുക്കിയിട്ടിരിക്കുന്നവരെ അതിൽ നിന്നും രക്ഷിക്കാൻ ഒരു നിയമത്തിനും ആവില്ല. എനിക്ക് ഭയമുണ്ട്. എന്നെ ഓർത്തല്ല, എന്റെ മോളെ ഓർത്ത്, എന്റെ ഭർത്താവിനെ ഓർത്ത്. എന്നുവെച്ച് ഒരു സ്ത്രീയായ സംഗീതയ്ക്ക് നീതി കിട്ടണ്ടേ? ഇവിടെ ഏത് സ്ത്രീക്കാണ് മാഡം നീതി കിട്ടിയിട്ടുള്ളത്? ന്യൂസ് റൂമുകളിലെ 4 ദിവസത്തെ അന്ത്യചർച്ചകൾക്കപ്പുറം ഇവിടെ ഏത് സ്ത്രീയുടെ പ്രശ്നമാണ് മാഡം നിയമവും സമൂഹവും ഏറ്റെടുത്തിട്ടുള്ളത്? കൂൾ കൂൾ. എനിക്ക് പരാതിയില്ല മാഡം. എനിക്ക് എന്റെ നന്ദേട്ടന്റെ മോളുടെ അടുത്ത് എത്തിയാ മതി. സംഗീതയ്ക്ക് പരാതിയില്ലെങ്കിലും ഈ കേസ് ഞാൻ വിടില്ല. ഇതെന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. ഈ കേസ് തെളിയിക്കാൻ എനിക്ക് സംഗീതയുടെ സമ്മതവും സഹായവും വേണ്ട. അതോർക്കണം. ഓക്കെ മാഡം? എനിക്കെപ്പോ എന്റെ നന്ദേട്ടന്റെ അടുത്ത് എത്താൻ കഴിയും? എന്റെ മോളെ കാണാൻ കഴിയും? സംഗീതയുടെ മിസ്സിംഗ് കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ സംഗീതയെ കോടതിയിൽ ഹാജരാക്കണം. കോടതിയും ചോദിക്കും സംഗീതയോട് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന്. കോടതിയോട് സംഗീതയ്ക്ക് സത്യം പറയാം, കള്ളം പറയാം. അത് സ്വന്തം ഇഷ്ടം. എന്തായാലും കോടതിയിൽ എഴുതി ഒപ്പിട്ടിട്ട് വീട്ടുകാർക്കൊപ്പം പോവാം. സംഗീത സേഫാണെന്ന് ഞാൻ നന്ദനെയും മകളെയും വിളിച്ചറിയിച്ചിട്ടുണ്ട്. ആകയാൽ സംഗീതാനന്ദൻ എന്ന വ്യക്തിക്കോ അവരുടെ കുടുംബത്തിനോ പരാതികളൊന്നും ബോധിപ്പിക്കാനില്ലാത്തതിനാലും സുരക്ഷിതയായി തിരിച്ചെത്തിയതിനാലും അവരെ സ്വന്തം വീട്ടുകാർക്കൊപ്പം വിട്ടയക്കാൻ ഈ കോടതി ഉത്തരവിടുന്നു. ഞാൻ തിരിച്ചു വന്നില്ലേ? അതുപോലെ നന്ദേട്ട. എന്നാലും അമ്മേ, വേണ്ട, ഞാനൊന്നും ചോദിക്കുന്നില്ല. എനിക്കൊന്നും അറിയാൻ വേണ്ട. മറ്റൊന്നും കൊണ്ടല്ല നന്ദേട്ട. പറഞ്ഞിട്ട് നന്ദേട്ടന്റെ ഉള്ളിലൊരു കനലെരിയിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഒരു പോരല് പോലും ഏൽക്കാതെ നന്ദേട്ടന്റെ സംഗീതം തിരിച്ചു വന്നില്ലേ? അതുപോരെ? മതി, അത് മാത്രം മതി എനിക്ക്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മരിച്ച് ജീവിക്കായിരുന്നു ഞാൻ. തനിക്കറിയോ, താനില്ലാത്ത ആ വീട്ടിൽ, തന്റെ ഓർമ്മകളും ഗന്ധവും ചിരിയും നിറഞ്ഞു നിന്നിരുന്ന നമ്മുടെ വീട്ടിൽ താനില്ലാതെ ചുറ്റിത്തിരിഞ്ഞു പോയി ഞാൻ. എന്റെ സങ്കടം ആരും അറിയണ്ടെന്ന് കരുതിയ ഞാൻ ചക്കയോടും വിപിനോടും കുതിരപ്പന്തിലേക്ക് തിരിച്ചു പോയിക്കോളാൻ പറഞ്ഞത്. എന്നാലും ഉണർന്നെഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു 4 തവണയെങ്കിലും സഖ്യതെന്ന് വിളിക്കാതെ നന്ദൻ ഒരു ജീവിതമുണ്ടോ? എന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നത്? ഞാൻ എന്ത് ചെയ്തിട്ടാ? ആരോടും ഒരു ദേഷ്യമില്ല. ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയതാ, അപ്പോഴേക്കും നാശം പിടിക്കാൻ. എന്താ പ്രതാപേട്ടനും പ്രവീണേട്ടനും തമ്മിലുള്ള പ്രശ്നം? പ്രവീൺ ചേട്ടൻ പറയുമ്പോ നിനക്ക് തേലൊളിക്കും അല്ലടി. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്താടി, മോതിരിട്ടവനെ കണ്ടപ്പോ നിനക്ക് ഇത്ര സെന്റിമെന്റ്സും? മോതിരിട്ടവനൊക്കെ കുറച്ചുകൂടെ മുകളിലടി താലി കെട്ടിവൻ. അത് മറക്കരുതും. പ്രതാപേട്ടാ, ഞാനൊരു കാര്യം പറയാം.
ഞാൻ നിങ്ങൾ കരുതുന്ന പോലെ ഒരു മോശം പെണ്ണൊന്നുമല്ല. എന്റെ ഒരു വാശിയുടെ പുറത്ത് ഞാൻ നിങ്ങളുടെ ഭാര്യയാവാൻ സമ്മതിച്ചു എന്നുള്ളത് സത്യ. പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെ നിങ്ങൾ മാത്രമേ എന്റെ മനസ്സിലുള്ളൂ. മുറച്ചിറക്കിനെ കിട്ടാതെ എന്റെ വാശിക്കല്ലടി നീ അനിയനായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചത്. അവനെ കിട്ടാതായപ്പോ എന്നെ കൊണ്ട് കരുത്തി താലി ഒട്ടിച്ചു. അങ്ങനെയല്ലടി? ആയിരിക്കാം. ഞാൻ വെറും പൊട്ടിയായതുകൊണ്ടും ചിന്തിക്കാൻ കഴിവില്ലാത്തവളായതുകൊണ്ടുള്ള എടുത്തുചാട്ടമായിരിക്കാം. പക്ഷെ എന്റെ സ്നേഹം സത്യ. ഒരു കാര്യം പ്രതാപേട്ട മനസ്സിലാക്കണം. നിങ്ങളുടെ കുടുംബത്തിൽ പല പ്രശ്നങ്ങളും കാണും. അതിലേക്ക് എന്നെ വലിച്ചിടരുത്. ഇനി പ്രവീണേട്ടൻ ഇവിടെ ഉള്ളതാണ് പ്രതാപേട്ടന്റെ പ്രശ്നമെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം, അവിടെ താമസിക്കാം. വേണ്ട, അവനുള്ളിടത്ത് തന്നെ നിന്നിട്ട് അവനെ ഒന്ന് ജയിക്കണം. മനസ്സിലായോ? ഇതൊരു മല്ലയുദ്ധാണെന്ന് കരുതിയാ മതി. കാരണം പിച്ച വെച്ച നാൾ മുതൽ തുടങ്ങിയ യുദ്ധം. എന്തിനാ പ്രതാപേട്ട? എന്തിനാണെന്ന് ചോദിച്ചാ എടി എടി ഒറ്റപ്പെടുത്തി ആക്രമിക്കുമ്പോൾ ഉണ്ടാവുന്ന വേദന അത് അനുഭവിച്ചവന് മാത്രമേ അറിയൂ. ഇനിയിപ്പോ നാളെ നീയും ശത്രുപക്ഷത്തായേക്കാം. അത് ഞാൻ മുൻകൂട്ടി കാണുന്നുണ്ട്. എന്നാലും സാരമില്ല, ഉള്ളിന്റെ ഉള്ളിൽ തോറ്റാലും പ്രതാപൻ അത് പുറമേ കാണിക്കില്ല. മനസ്സിലായോടി? ചോര പൊടിഞ്ഞാലും അത് നെഞ്ചിനകത്തായിരിക്കും, ആരും കാണില്ല. ഇങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ പോയി കാപ്പി എടുത്തോണ്ട് വരാം. ഞാനീ പറയുന്നത് ഭ്രാന്താണെന്ന് കരുതരുത്. ബാക്കി കാര്യങ്ങള് നിനക്ക് വഴിയെ മനസ്സിലായിക്കോളും. ഞാനൊരു ഡോക്ടറാ, പ്രൊഫഷണൽ എത്തിക്സ്. ഓ എന്ന് സംഗീത ഒന്നും പറയില്ല. സംഗീത ഇരയാണ്, നിർഭയയാണ്, അതിജീവിതയാണ്. സ്വന്തം മകളുടെയും ഭർത്താവിന്റെയും അഭിമാനം ഓർത്ത് സംഗീത ഒന്നും പറയില്ല, എനിക്കുറപ്പാ. ഇതോടെ അനുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്നാ ഓർത്തത്. ഓ, ആ പ്രതീക്ഷയും തകർന്നു. പ്രതീക്ഷകൾ തകർന്നോട്ടെ, പക്ഷെ ലക്ഷ്യം മുമ്പിലുണ്ടല്ലോ. അനുവിനെയും ഇവനെയും തമ്മിൽ തെറ്റിക്കാനുള്ള കുറച്ച് തെളിവുകൾ ഡോക്ടറയിലുണ്ടല്ലോ. അത് വെച്ചൊരു പുതിയ കളി കളിക്കും. ഡോക്ടർ എന്ന് പറഞ്ഞ പോലെ സംശയം അത് വിപിന്റെ മനസ്സിലുണ്ടാവും. അത് ഞാൻ നോക്കാം. പക്ഷേ എന്തു പക്ഷേ? തുനിഞ്ഞിറങ്ങിയ തുടച്ചു നീക്കണം, തൊടുത്ത ലക്ഷ്യത്തിൽ തറക്കണം. തുടർ പരാജയങ്ങൾ ഉണ്ടായിട്ടും ഞാൻ വീണ്ടും വീണ്ടും പൊരുതി നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? വേട്ടക്കിറങ്ങിയ പുലിയാൻ ഇരയെ കിട്ടും വരെ ഓടും. ഇരയെ കിട്ടാത്തതിന്റെ പേരിൽ ലോകത്ത് ഒരു പുലിയും കെട്ടിത്തൂങ്ങി ചത്തിട്ടില്ല. പ്രവീണും ചാവില്ല. പ്രവീണിന്റെ ഇരകൾ ഓരോന്നായി തീരും. വീട്ടിൽ തിരിച്ചു ചെന്നിട്ട് അവിടെ എന്തായി കഥ? ആ, അത് പറയാൻ മറന്നു. ഇന്ന് രാത്രി ഒരു ഫംഗ്ഷൻ അച്ഛൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്താണാവോ? ഒന്നുമില്ല, ഒരു കേക്ക്. മുറിക്കുന്നത് കേക്കാണെങ്കിലും നാലായി പിളരുന്നത് അവന്റെ ഹൃദയമാ, പ്രതാപന്റെ. പാവം ദിവ്യപ്രഭ. ആ, അത് കള ഡോക്ടറെ. സംഗീതയുടെ തിരിച്ചു വരവിൽ ഡോക്ടർക്ക് ആദ്യമൊന്നും വേണ്ട. ഞാൻ ഡോക്ടറെ ചതിക്കില്ല. ഡോക്ടർ പഴയ പോലെ അനുവിനോട് ഇച്ചിരി ഇഷ്ടമൊക്കെ കാണിച്ച് മുമ്പോട്ട് പോയാൽ മതി. പണി നമ്മൾ തുടരും, ലക്ഷ്യത്തിലെത്തും വരെ. ഞങ്ങളിത് ജസ്റ്റ് കേക്ക് മുറിച്ചതേ ഉള്ളൂ. പ്രതാപേട്ട, ഇത്തിരി കഴിക്കേ. കാലി ചവിടുത്തോടി, ആളെ നോക്കി നടക്കണ്ടേ? മാറി നിക്ക്. വാ മോളെ. എന്താ
എന്താണ് നീ കാണിച്ചത്? അവളെന്റെ കാലി വന്ന് ചവിട്ടി കണ്ടില്ലയോ? കാലി ചവിട്ടിയാ ഏത് പാമ്പ് കടിക്കും, അതോർത്താ മതി. എടാ നീ പ്രതാപ, ഇന്ന് ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ മൂക്കിന് മുകളിൽ ഏതെങ്കിലും ഒരുത്തന്റെ കൈ പൊങ്ങിയ ഏത് ജസ്റ്റിസ് ആണേലും ഒന്ന് കുഴിച്ചു മൂടും ഞാൻ. മനസ്സിലായോ? ഇതാദ്യമായിട്ടുണ്ടായ ഒരു സംഭവ. ജലജേ, നീ വെറുതെ ബഹളുണ്ടാക്കാതെ. നമുക്കവൾ ഒറ്റ മോളാ, ഇവർക്കൊറ്റ മരുമോളുവാ. അപ്പോ നിലവിൽ പ്രശ്നമൊന്നുമില്ല. ഇനി അഥവാ പ്രശ്നം ഉണ്ടായാൽ തന്നെ അതിനെ വഷളാക്കല്ല വേണ്ടത്, നമ്മളതിനെ പരിഹരിക്കണം. കുട്ടികളല്ലേ, ഞാൻ നാളെ പ്രതാപനെ കണ്ട് സംസാരിച്ചോളാം. ഞാനൊന്നും മിണ്ടുന്നില്ല. അവസാനം സേനട്ടൻ എല്ലായിടത്തും പറയുന്നൊരു വാചകമുണ്ട്, ജലജ നീ അന്ന് പറഞ്ഞതാ ശരിയെന്ന്, എനിക്ക് അബദ്ധം പറ്റിപ്പോയിന്ന്. അത് സംഭവിക്കരുത്. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. ഇതൊക്കെ ഇന്ന് അവര് തമ്മിൽ സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. പ്രതാപിന് വേറെന്തോ ടെൻഷനാ, അതാ. എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ഭക്ഷണം കഴിച്ചു പിരിയാം. ഭക്ഷണമൊന്നും വേണ്ട, ഞങ്ങളങ്ങ് പോവാ. നിങ്ങൾ അങ്ങനെയങ്ങ് പോയാ ഞങ്ങൾക്കത് താങ്ങാൻ പറ്റാത്ത വിഷമാവും. ഏയ്, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. നാളെ ഞങ്ങൾ ഇങ്ങോട്ട് വരും, അല്ലെങ്കിൽ മറ്റന്നാൾ നിങ്ങൾ അങ്ങോട്ട് വരും. ഇന്നിപ്പോ മോള് സങ്കടപ്പെട്ടിരിക്കുമ്പോ ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാ? തൊണ്ടിന്ന് ഇറങ്ങണ്ടേ? ഇനി നിന്റെ പദ്ധതി എന്താ? എനിക്കെന്ത് പദ്ധതി? പടമുഖത്ത് നേർക്ക് നേരെ നിന്ന് പോരാടണം. ശത്രുവിന്റെ പടമുഖത്ത് പോയി പടവട്ടണം. അതാണ് എന്റെ രീതി. എനിക്ക് നഷ്ടപ്പെട്ടു പോയ കുറെ വർഷങ്ങളിലെ കണക്കാനൊക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഇനി പിന്നോട്ടില്ല. നീ ഒരു കാര്യം ഓർത്തു നോക്ക്. നിന്റെ അച്ഛനും എന്റെ അച്ഛനും ഒരേ കയറിന്റെ രണ്ടറ്റത്തായി തൂങ്ങിച്ചാത്തന്നെ അഭിമാനം നഷ്ടപ്പെട്ടു. ആ സമയത്താണ് ഞാൻ വന്നത്. ഞാൻ വലിയ ദൈവദൂതനാണോ രക്ഷകനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പതറിയിരിക്കുന്ന നിന്നെ കണ്ടപ്പോ എനിക്കൊരിഷ്ടം തോന്നി, ഒരു സഹതാപം തോന്നി. എന്നെ മതിയെന്ന് നീ പറഞ്ഞപ്പോ എനിക്കൊരു സന്തോഷം തോന്നി. അത് വേറൊന്നും കൊണ്ടല്ല, ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരാൾ എന്നെ അംഗീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുന്ന് ജീവിതത്തിന്റെ പുതിയൊരു വഴിയിലേക്ക് നടക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. എന്റെ മുന്നിലെ വെളിച്ചമായിട്ട് നിന്നെ ഞാൻ കണ്ടു. കാര്യം ഞാൻ ഒന്നാം തരം തരികടയും ഫ്രോഡും ഒക്കെയാ. പക്ഷേ നിനക്കെന്നെ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതി. എന്റെ സ്വപ്നങ്ങൾ തകർത്തോണ്ട്, ഇടനെഞ്ചിൽ ഒരു നെരിപ്പോട് കത്തിച്ചോണ്ട് അവൻ തിരിച്ചു വന്നത് എനിക്ക് സഹിച്ചില്ല. ഇനി അവനെ മുൻനിർത്തി എന്നെ അപമാനിക്കുന്ന ഓരോ നിമിഷവും ജസ്റ്റിസ് പരമേശ്വരന്റെ ഈ കൈലാസത്തിൽ സ്വസ്ഥത ഉണ്ടാവില്ല. എന്തു ചെയ്യണമെന്ന് ഇനി ഞാൻ തീരുമാനിക്കും. എനിക്ക് പേടിയാ പ്രതാപേട്ട. നമുക്കിവിടെ നിൽക്കണ്ട, എങ്ങോട്ടെങ്കിലും പോവാം. സ്വസ്ഥമായിട്ട് നമുക്ക് ജീവിക്കാം. സ്വസ്ഥമായിട്ട് കഴിയണമെങ്കിൽ കുറച്ച് സ്വസ്ഥത കേടുകൾ തീരണം. അത് തീർക്കാനുള്ള വഴി എനിക്കറിയാം. ബാക്കിയൊക്കെ അത് കഴിഞ്ഞു. വേണമെങ്കിൽ നമുക്ക് നാളെ നിന്റെ വീട്ടിലൊന്ന് പോവാം. അച്ഛനോടും അമ്മയോടും ഞാൻ സോറി പറയാം. അതൊന്നും വേണ്ട. ഭാര്യയെ തല്ലാൻ ഭർത്താവിന് അവകാശമുണ്ടെന്നുള്ള പഴയ കോൺസെപ്റ്റിനോടൊന്നും എനിക്ക് യോജിപ്പില്ല.
അത്തരം പ്രവൃത്തികളെ അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും എനിക്ക് കഴിയില്ല. പക്ഷെ എന്നെ ഒന്ന് തല്ലിയതിന്റെ പേരില് എന്റെ വീട്ടുകാരുടെ മുന്നിൽ പോയി തലകുനിച്ച് നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. പ്രതാപേട്ടൻ പറഞ്ഞാ മതി ഞാൻ എന്തു വേണമെന്ന്, അതുപോലെ ഞാൻ ചെയ്തോളാം. ഒരു കാര്യം ഞാൻ ഹലോ. ഹലോ, ഇതാരാ? ആരാച്ചാരാണ് അമ്മായിയമ്മ കുട്ടി, ആരാച്ചാർ. നിന്റെയും നിന്റെ മോളുടെ. പ്രവീൺ പരമേശ്വരൻ. നീ എന്തിനാ എന്നെ വിളിച്ചത്? ഞാൻ പിന്നെ ആരെ വിളിക്കൂ എന്റെ അമ്മക്കുട്ടി? അനുക്കുട്ടിയെ ഓർക്കുമ്പോഴൊക്കെ ഞാൻ അമ്മക്കുട്ടിയെ ഓർക്കും. ടാർഗറ്റ് ഇപ്പൊ 2. അമ്മ, മകൾ. നിനക്കെതിരെ പരാതി കൊടുത്തില്ല, അതിന്റെ ധൈര്യമാണോ? ഇനിയും സമയമുണ്ട്, മറക്കണ്ട. ചുമ്മാ പൂച്ചക്കുട്ടിയും വാച്ച് കേട്ടു. പരാതി കൊടുത്ത പണി പാലും വെള്ളത്തിൽ കിട്ടും. അയ്യോ പ്ലീസ്, ഞങ്ങളെ ദ്രോഹിക്കരുത്. കാലു പിടിച്ച് പറയാ ഞാൻ. അമ്മക്കുട്ടി ഇങ്ങനെ പേടിക്കാതെ അനുവിന്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. പ്രവീൺ ചേട്ടനോട് ഇത്തിരി സ്നേഹം കാണിക്കാൻ പറയും. ഇല്ലെങ്കിൽ കുഴിബോംബ് പൊട്ടും, കുതിരപ്പന്തിയിലും ശങ്കരമംഗലത്തും. ഒരു വെടിക്ക് 2 കിളി എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇവിടെ ഒരു വെടിക്ക് 2 വിധവ. വെള്ള സാരി ഉടുത്ത് അമ്മയും മോള് കണ്ണി നോക്കി ഇരിക്കേണ്ടി വരും. പ്ലീസ്. കണ്ണും തമ്മിൽ വിധവാ കഥ കൈമാറും അനുരാഗമേ.